ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുന്ധതി പറഞ്ഞത് പ്രകാരം അകത്തേക്ക് കയറാനൊരുങ്ങുന്ന ശ്യാമ പുറത്തു നിൽക്കുന്ന അഖിലിനെയും ആനന്ദവർമ്മയും കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അച്ഛനോടും അഖിൽ സാറിനോടും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ആ ജയേഷ് എൻ്റെ അമ്മയെ വെറുതെ വെച്ചേക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമ നോക്കുമ്പോൾ അവർ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്യാമ പുറകുവശത്തു കൂടി അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ആരും കാണാതെ ശ്യാമ തന്റെ മുറിയിലേക്ക് കയറി പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. രാത്രി വാസുദേവൻ വീട്ടിലേക്ക് വരുമ്പോൾ നേരം ഇത്രയായിട്ടും വിളക്ക് തെളിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന വാസുദേവൻ സംശയത്തോടെ ചുറ്റും നോക്കുകയാണ്. സാധാരണ ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ദേവകി വിളക്ക് തെളിയിച്ചിട്ടുണ്ടാകും. കൂടാതെ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നതാണല്ലോ, ഇന്ന് കണ്ടില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാസുദേവൻ അകത്തേക്ക് കയറുമ്പോൾ അമ്മ എവിടെ, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പു പുറത്തേക്ക് വരുന്നു. ഫോൺ അകത്ത് മേശപ്പുറത്തിരിക്കുക അച്ഛ, അമ്മയെ കാണുന്നില്ലെന്ന് അപ്പു പറയുമ്പോൾ വാസുദേവൻ പറയുകയാണ്, ദേവകി അങ്ങനെ പറയാതെ എവിടെയും പോകാറില്ലല്ലോ അച്ഛ, എനിക്ക് പേടിയാകുന്നെന്ന് അപ്പു പറയുമ്പോൾ വാസുദേവൻ പറയുകയാണ്, അല്ല മോനെ, ജയന്തി എവിടെ? ഏട്ടത്തിയും കണ്ടില്ലെന്ന് അപ്പു പറയുമ്പോൾ വാസുദേവൻ പറയുകയാണ്, എന്നാ രണ്ടാളും കൂടി എവിടേക്കെങ്കിലും പോയതായിരിക്കും. അച്ഛാ, ജയന്തി ഏട്ടത്തിയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് അപ്പു പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് വാസുദേവൻ. പെട്ടെന്ന് ജയന്തി പുറത്തേക്ക് വരികയാണ്. അയ്യോ, നേരം ഇത്രയും ആയോ, വിളക്ക് പോലും തെളിയിച്ചിട്ടില്ലല്ലോ, മോൾ ഉറങ്ങുകയായിരുന്നോ എന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ അതേയെന്നും തല പൊട്ടുന്ന പോലത്തെ വേദനയാണെന്നും ജയന്തി പറയുന്നു. അല്ല, ദേവകി എവിടെയെന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ ഇല്ലേ, ഞാൻ കരുതി തിരിച്ചു വന്നിട്ടുണ്ടാകുമെന്ന് ജയന്തി പറയുന്നു. ദേവകി എവിടെ പോയെന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ്, അതച്ചാ, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സഞ്ചിയും പേഴ്സും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടു. അല്ല, മോൾ എവിടെ പോവുകയാണ് ചോദിച്ചില്ലേ എന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ്, അത് പിന്നെ ജംഗ്ഷനിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാന്നാ പറഞ്ഞത്. അച്ഛൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞെന്നും അമ്മ പറയുന്നുണ്ടായിരുന്നു. എന്നാ നമുക്കൊന്ന് പോയി നോക്കിയാലോ അച്ഛാ എന്ന് അപ്പു പറയുമ്പോൾ വാസുദേവൻ പറയുകയാണ്, മോനെ, ഏട്ടത്തി ഇവിടെ ഒറ്റയ്ക്കല്ലേ, മോൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ വാസുദേവൻ പുറത്തേക്ക് പോകുമ്പോൾ അപ്പു പറയുകയാണ്, എന്നാലും അമ്മ ഇതെവിടെ പോയതാ? ഇത് കേൾക്കുന്ന ജയന്തി മനസ്സിൽ പറയുകയാണ്, നിന്റെ അമ്മയെ പോലീസ് സ്റ്റേഷനിലാ, നാളെ അവിടുന്ന് കോടതിയിലേക്ക്, പിന്നീട് ജയിലിലും. എന്നോട് ഒരുപാട് പോരെടുത്തതിനെ ഈശ്വരൻ കൊടുത്ത ശിക്ഷയായത്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ആഘോഷങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ വസുന്ധര പിറന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ട് വർമ്മയ്ക്ക് സമ്മാനം നൽകുന്നു. തുടർന്ന് ആദിയും അമൃതയും ഐശ്വര്യയും അങ്ങനെ എല്ലാവരും സമ്മാനങ്ങൾ നൽകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അഖിൽ. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ അരുന്ധതിയും വിസ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അവരെ കാണുമ്പോൾ വസുന്ധരയ്ക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ എല്ലാവരും ചെന്ന് അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നു. അതേസമയം അവരെ സംശയത്തോടെ നോക്കുകയാണ് വർമ്മയും അഖിലും. അച്ഛാ, ശ്യാം എവിടെയാണെന്ന് അവർക്കറിയാം, ഒന്ന് മാറ്റി നിർത്തി സംസാരിച്ചാൽ സത്യങ്ങളെല്ലാം അവർ പറയുമെന്ന് അഖിൽ പറയുമ്പോൾ വർമ്മ പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല മോനെ അങ്ങനെയാണെന്ന്. നീ എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കെ, നമുക്ക് നോക്കാമെന്ന് വർമ്മ പറയുന്നു. അതേസമയം മുറിയിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് ശ്യാമ. എൻ്റെ കണ്ണ, ഞാനിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അഖിൽ സാറിനും അച്ഛനും കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പോവുകയാ. എല്ലാം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ ഭാഗ്യമായനെയെന്നും ശ്യാമ പറയുന്നു. വിസ്മയ ലാസ്റ്റ് പാടിയ പാട്ട് വളരെ നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടെന്ന് അമൃത പറയുന്നു. ഇവിടെ എല്ലാവരും മോളുടെ ഫാനാണെന്ന് വസുന്ധര പറയുമ്പോൾ സന്തോഷമുണ്ടെന്ന് വിസ്മയ പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഖിലും വർമ്മയും. ഐശ്വര്യെ, മോൾക്കൊന്ന് ഫ്രഷ് ആകണം, ഇവിടെ ഗസ്റ്റ് എവിടെയാണെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ മുകളിലാണെന്ന് ഐശ്വര്യ പറയുന്നു. അങ്ങനെ ഐശ്വര്യ അവരെ മുറി കൊണ്ട് കാണിക്കുകയാണ്. ഞാനും നിങ്ങളുടെ ഒപ്പം കയറാമെന്ന് അരുന്ധതിയോട് ഐശ്വര്യ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, വേണ്ട മോളെ, ഇവിടെ റിച്ചായിട്ടുള്ള കുറേ ഗസ്റ്റ് വരുന്നതല്ലേ, അവരെല്ലാം മാനേജ് ചെയ്യാൻ നിന്നെ കൊണ്ടേ സാധിക്കൂ, ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത് ശരിയാണെന്ന് പറഞ്ഞ് ഐശ്വര്യ താഴേക്ക് പോകുമ്പോൾ വിസ്മയ പറയുകയാണ്, രക്ഷപ്പെട്ടു. തുടർന്ന് അരുന്ധതിയും വിസ്മയും കൂടി മുറിയുടെ അകത്തേക്ക് കയറിയിട്ട് ശ്യാമയോട് പറയുകയാണ്, അമ്മേ, ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെയാ, നീ വിസ്മയ്ക്ക് വേണ്ടി പാടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ജയേഷിനെ വിളിച്ച് പറയും, എന്നിട്ട് നിന്റെ അമ്മയെ വീട്ടിലേക്കും പറഞ്ഞു വിടും. ചതിക്കാനാണ് ഭാവമെങ്കിൽ നിനക്കറിയാമല്ലോ, ജയേഷ് ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെയുണ്ട്, നിന്റെ അമ്മയെ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞാലേ കെട്ടിത്തൂക്കിയിരിക്കുമെന്ന് വിസ്മയ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അവരെ നോക്കുകയാണ് ശ്യാമ. അത്രയും പറഞ്ഞുകൊണ്ട് അവര് പുറത്തേക്ക് ഇറങ്ങുന്നു. കൂടെ ഗസ്റ്റ് റൂമിന്റെ താക്കോല് പൂട്ടിയെടുക്കാനും അരുന്ധതി മറക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ദേവകി അന്വേഷിച്ച് നടക്കുന്ന വാസുദേവനെയാണ്. അതേസമയം വാസുദേവന് പരിചയമുള്ള ഒരാള് അതിലെ വരുന്നു. എന്താ വാസുവേട്ടൻ ഈ സമയത്ത് ഇവിടെയെന്ന് അയാൾ ചോദിക്കുമ്പോൾ ദേവകി അന്വേഷിച്ചിറങ്ങിയതാണെന്ന് വാസുദേവൻ പറയുന്നു. തുടർന്ന് ദേവകി അറസ്റ്റ് ചെയ്ത കാര്യമെല്ലാം അയാൾ വാസുദേവനോട് പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വാസുദേവൻ. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലെ ജയിലിലിരുന്ന് കരയുന്ന ദേവകിയാണ്.
ദേവകിക്ക് ആഹാരവും വെള്ളവും ഒരു ലേഡി കോൺസ്റ്റബിൾ കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടെന്ന് ദേവകി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വാസുദേവൻ സ്റ്റേഷനിലെത്തുന്നത്. ജയേഷിനോട് കുറെ അപേക്ഷിക്കുമ്പോൾ ജയേഷ് ദേവകിയെ കാണാൻ സമ്മതിക്കുന്നു. അങ്ങനെ അകത്തേക്ക് കയറുന്ന വാസുദേവനെ കണ്ട് ദേവകി പൊട്ടിക്കരയുകയാണ്. വാസുവേട്ട, എന്നെ ചതിച്ചതാ ആ അരുന്ധതിയും വിസ്മയും ചേർ. നീ സമാധാനിക്ക് ദേവകി, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് വാസുദേവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് വാസുദേവൻ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് അഖിലിന്റെ ഫോണിലേക്ക് വിളിക്കാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ജയേഷ് വാസുദേവന്റെ കയ്യിൽ നിന്നും ബലമായി ഫോൺ വാങ്ങുകയാണ്. നിങ്ങൾ അകത്തേക്കെങ്ങാനും പോയി ഇരിക്കാൻ നോക്കെന്ന് പറഞ്ഞ് വാസുദേവനെ സ്റ്റേഷന്റെ അകത്തേക്ക് ജയേഷ് കയറ്റിവിടുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുന്ധതി ശ്യാമയുടെ ഫോൺ കൊണ്ട് കയ്യിൽ കൊടുക്കുകയാണ്. അതിബുദ്ധിയൊന്നും കാണിക്കാൻ നോക്കണ്ട, പാടാൻ സമയമാകുമ്പോൾ ഞാൻ ഇതിലേക്ക് വിളിച്ച് സിഗ്നൽ തരാം. വേറെ ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചാൽ അറിയാലോ നിനക്കെന്ന് പറഞ്ഞ് അരുന്ധതി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അച്ഛനെയോ അഖിൽ സാറിനെയോ വിളിച്ചാലോ? അപ്പോഴാണ് വിസ്മയും അരുന്ധതിയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്യാമയ്ക്ക് ഓർമ്മ വരുന്നത്. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും എന്ന് ശ്യാമ മനസ്സിലോർത്ത് നിൽക്കുമ്പോൾ ശ്യാമയ്ക്ക് എന്തോ ബുദ്ധി തോന്നുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.